ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്രെഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു മാംഗോ രസമലായി റെഡിയാക്കിയെടുക്കാം. ആദ്യം 2 പഴുത്ത മാങ്ങ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ മാംഗോ പൾപ്പ് 2 ഭാഗമായിട്ട് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് മാംഗോ പൾപ്പിൻ്റെ ഒരു ഭാഗം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മാംഗോ പൾപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയും 1 ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് നന്നായിട്ട് കട്ടിയാവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയായതിനു ശേഷം തീ ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാൻ വെക്കാം. ഇനി ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്ത് വക്കുകളൊക്കെ മാറ്റാം. എന്നിട്ട് ഓരോ സ്ലൈസ് ബ്രെഡും പാലിൽ മുക്കി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മാംഗോ ഫില്ലിങ്ങിൽ നിന്നും 1 സ്പൂണ് ചേർത്ത് ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. എല്ലാതും ഇതുപോലെ റെഡിയാക്കി മാറ്റി വെക്കുക. ഇനി നമുക്കൊരു മാംഗോ കസ്റ്റർഡ് റെഡിയാക്കി എടുക്കണം. അതിനായി 1/2 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാനിൽ 2 ഗ്ലാസ് പാൽ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഇപ്പോൾ റെഡിയാക്കി വെച്ച കസ്റ്റർഡ് മിക്സും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി സ്റ്റൗ കത്തിച്ച് 1 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് കട്ടിയാവുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായി ഒന്ന് കട്ടിയായി വരുമ്പോൾ സ്റ്റവിൽ നിന്നും മാറ്റി ഒരു 2-3 മിനിറ്റ് തണുക്കാൻ വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി പകുതി മാംഗോ പൾപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാംഗോ കസ്റ്റർഡ് ഇവിടെ റെഡിയാണ്. ഇനി ഒരു ട്രേയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ബോൾസ് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാംഗോ കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ബദാമും പിസ്തയും കൂടി ചേർത്താൽ നമ്മുടെ മാംഗോ രസമലായി ഇവിടെ റെഡിയാണ്. ഇതിനെ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ മാംഗോ രസമലായി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.